ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗോഡ് ബ്ലസ് യു ആൻഡ് എസ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു യാത്ര പോകാൻ പോവാം വീട്ടിലെല്ലാവരുമായിട്ടാണ്. ഞാൻ എൻ്റെ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. അതെ, വീട്ടിൽ അവരെല്ലാം അന്ന് അജ്മീർ പോയി, രാജസ്ഥാൻ അവിടെ പോയിട്ട് വന്നിട്ട് പിന്നെ വേറെ യാത്രയൊന്നും പോയില്ല. അവർ വാപ്പി ഇന്നലെ പട്ടാമ്പിയിലൊക്കെ പോയി. എങ്കിലും അവരെല്ലാവരും ഇതിനകത്ത് തന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ കൊല്ലത്ത് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകാൻ ഇറങ്ങും. അതെ, ഞാൻ വണ്ടിയൊക്കെ തിരിച്ച് അവർ റെഡിയായി വരുക. വണ്ടി തിരിച്ച് ഞാൻ കാറിനകത്ത് കയറി ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നേ. അതെ, വണ്ടിയെല്ലാം ഞാൻ തിരിച്ച് നമ്മുടെ മാമ വന്നായിരുന്നു. അപ്പോൾ മാമ എനിക്ക് തിരിച്ചു വന്നു. നമ്മുടെ മറ്റേ വണ്ടി ഇതോ ഇരിക്കുന്നു. ബുള്ളറ്റിന് നമ്മൾ അടുത്ത യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത യാത്ര തുടങ്ങും. അവരെല്ലാവരും റെഡിയായിട്ട് ഇറങ്ങി. നമുക്കിതേ വണ്ടി ഞാൻ ഇങ്ങനെ തിരിച്ചിട്ടെങ്കിലും റോഡിലോട്ട് ഇറക്കിയില്ല. വണ്ടി ഒന്ന് ഇതേ റോഡിലോട്ട് ഇറക്കാൻ പോവാ. വണ്ടി അങ്ങോട്ട് ഞാനാ ഓടിക്കുന്നത് കൊണ്ടേ ചിലപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങ് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇനി വീഡിയോ ബാക്കി. നമ്മളപ്പോൾ ദേ കൊല്ലം ബീച്ചിലോട്ട് വന്നു. എല്ലാവരും എന്തായാലും ആഗ്രഹിച്ചിറങ്ങിയത് കൊണ്ട് എല്ലാവരും വെളിയിലുണ്ട്. ഞാൻ ദേ വണ്ടിക്കകത്ത് ഇറങ്ങുവാ. ഇവിടുന്ന് അകത്തോട്ട് കയറാൻ പോവാ. ദേ എല്ലാവരും അവിടെ വെള്ളമുണ്ട്. ഞാനും അപ്പോൾ അങ്ങോട്ട് പോകും. നമ്മളിത് അവിടെ വന്നു. ഇനി ഈ പാർക്കിലൊന്നുമില്ല, അപ്പുറത്ത് നമുക്ക് കൊല്ലം ബീച്ചിലോട്ട് പോവാം. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ടിക്കറ്റൊക്കെ മേടിച്ച് ഇങ്ങോട്ട് കയറാൻ പോവാം. അതൊക്കെ ഉണ്ടോ? കൊച്ചു പിള്ളേരുടെ എല്ലാ ഐറ്റംസും ഇതുണ്ട്. ഇവിടെ ഗോസ്റ്റ് ഹൗസ് ഉണ്ട്. ഗോസ്റ്റ് ഹൗസ് ഈ പണ്ട് വരുന്നപ്പോൾ ഇവിടെ കൊച്ചിലെ വരുമ്പോൾ ഇവിടെ കയറുന്നതായിരുന്നു. അപ്പോൾ പിന്നെ അതെ ഇല്യൂഷൻ ഹൗസ് ഉണ്ട് അവിടെ. കൊച്ചില് ഇവിടെയൊക്കെ പണ്ട് വന്നിട്ട് ഇവിടെ കയറിയിട്ടത് എൻ്റെ പെങ്ങളുമായിട്ടൊക്കെ ഇതിനകത്ത് കയറിയതാണ്. എന്നെയും കൂടെ പേടിപ്പിച്ച് കൊന്നു. എന്നിട്ട് ഇനി പണി മേടിക്കാൻ വേണ്ടി പോവാം. ഇവിടെ ഇല്യൂഷൻ ടണലുണ്ട്. പിന്നെ ഇത് വേറെ എന്തൊക്കെയോ ഉണ്ട്. VR ഹബ്ബ്, വെർച്വൽ റിയാലിറ്റി ഗെയിം സോൺ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. നമുക്കിനി അപ്പുറത്ത് ബീച്ചിലോട്ട് പോകും. ഇപ്പോൾ അവിടുന്ന് മുന്നോട്ട് നീങ്ങി അടുത്ത ഇതിലോട്ട് പോവുക. ഇതോ അവിടെ ഗോസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ കണ്ടോ? അതിനകത്തോട്ട് കയറാൻ പോകും. ഗോസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ പട്ടി. പിള്ളേരൊക്കെ നീന്തുന്നുണ്ട് വെള്ളത്തിൽ. നമ്മളിത് ഇപ്പോൾ ബീച്ച് സൈഡ്, അതെ പാർക്കിനകത്താണ് നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ അതുവഴി കറങ്ങി വേണം ബീച്ചിലോട്ട് പോകാൻ. ഇപ്പുറത്ത് കടൽ തീരം. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങും.
ഐസ്ക്രീം മേടിക്കും. എനിക്കിത് ബട്ടർ സ്കോച്ച് പറഞ്ഞു അവരെടുക്കുന്നു. നമ്മുടെ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ചത് ഉണ്ടോ അപ്പുറത്ത് എന്താ ഇങ്ങോട്ട് ഇറങ്ങുമോ. നമ്മളിത് ബീച്ച് സൈഡിലോട്ട് കയറിയത്. ഇനി എല്ലാവരും ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഉണ്ടോ ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്, നെല്ലിക്ക. ഇതാ നിനക്കിതിൽ ഏതെങ്കിലും വേണം? ഇതാണ് എല്ലാം എന്നാൽ ഓക്കെ. നീ നേരെ കിടന്നു, കണ്ണടച്ചങ്ങ് കിടന്നു. നമ്മളിത് ഇവിടെ ബീച്ചിലോട്ട് കയറി ഉണ്ട്. ഇതിങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുക. കുതിര വരുന്നുണ്ടോ? എൻ്റെ വാപ്പയുടെ ഫോണിൽ സൂം ചെയ്യുന്നത് അങ്ങ് ദൂരെയുള്ള ഇതാ. നമ്മളിതിൽ സൂം ചെയ്തില്ല. ഇതുണ്ടോ ഇതിനകത്ത് പട്ടമൊക്കെ പറത്തുന്നുണ്ടോ? നല്ല തണുത്ത കാറ്റുണ്ട്. ഉണ്ടോ? അതെ നിങ്ങളവിടെ കാല് കടലിൽ മുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുക. എന്നെ വിളിച്ചുകൊണ്ട് നിൽക്കുക. ബാ ഞാൻ വരാം. ബാ അത് അവിടോട്ട് ഊരി വെച്ചിട്ട് വാ. നമ്മളിത് ചെരുപ്പൊക്കെ അവിടെ ഊരി വെച്ചിട്ട് നമ്മളോട് അങ്ങോട്ട് പോകുന്നു. ബാ കടലിൽ വരുന്നുണ്ട്. യാസിൻ ഇതാ നീ എന്താ പറഞ്ഞേ? മാറ്റം ഉണ്ടായിരുന്നു എവിടെ? ഈ കുതിര പോകുന്നുണ്ടോ? നമ്മളിത് സാധനം ഇടുന്ന വേണ്ടി നമ്മളിത് വെജിറ്റബിളിൻ്റെ ഇത് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഇത് ഇവിടെ ഇരിപ്പുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അതുകൊണ്ടാ എല്ലാവരും ഇവിടെ അതേ പട്ടമൊക്കെ പറത്തിക്കൊണ്ടിരിക്കും. നമ്മളങ്ങനെ അവിടുത്തെ അതെല്ലാം കഴിഞ്ഞ് വെളിയിലിറങ്ങി. ഇത് നമ്മുടെ വണ്ടി വരും. കാപ്പി കഴിഞ്ഞ് എടുക്കുന്ന അങ്ങോട്ട്. നമ്മളങ്ങനെ വണ്ടി കയറി തിരിച്ച് പൊക്കോണ്ടിരിക്കുക. വാടി കടപ്പുറമായത്.
വലിയൊരാള് അവരെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞു നിന്ന്.